പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ ലൈവിൽ ഞങ്ങളെ ജോയിൻ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ഞങ്ങൾ കൂടിയിരിക്കുന്നത് വില്യം മാരിയൻ ബ്രൺഹാം എന്ന് പറയുന്ന ഒരു സഹോദരൻ, അമേരിക്കൻ ക്രിസ്ത്യൻ മിനിസ്റ്റർ ആൻഡ് ഫെയ്ത്ത് ഹീലർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. രോഗശാന്തിയിൽ കൂടെ പല അമേരിക്കൻ ആൾക്കാരെ തൻ്റെ ശുശ്രൂഷയിലേക്ക് ആകർഷിച്ച ഈ സഹോദരൻ പല സ്ഥലങ്ങളിലും ഇദ്ദേഹത്തിന്റെ മിനിസ്ട്രി ഇന്ന് ഇവിടെ നമുക്ക് കേരളത്തിലും മറ്റ് ലോകത്തിലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തെ പറ്റി പറയുന്ന ചില കാര്യങ്ങൾ അത് വചനപ്രകാരം സത്യമാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുവാൻ ഈ മീറ്റിംഗിൽ കൂടെ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എന്നെ ജോയിൻ ചെയ്യുന്ന പാസ്റ്റർ ജോസ് വർഗീസ്, പിന്നെ സഹോദരി ജിൻസി ഈ ലൈവിൽ നമ്മളെ ജോയിൻ ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ചെറിയതായി ഈ വില്യം മാരിയൻ ബ്രൺഹാം, അദ്ദേഹം ഏപ്രിൽ 6, 1909 ജനിച്ച അദ്ദേഹം ഏകദേശം നമ്മൾ കാണുന്നു ഫസ്റ്റ് വേവ് ഓഫ് പെന്റക്കോസ്റ്റലിസം അമേരിക്കയിൽ നടക്കുമ്പോൾ ഏകദേശം ഒരു 1800 അതിന്റെ അവസാനത്തെ ഭാഗങ്ങളിലൊക്കെ ആരംഭിച്ച സൂസ സ്ട്രീറ്റിൽ ആരംഭിച്ച പെന്റക്കോസ്റ്റലിസം, അതായത് പല സഭകളും അപ്പോസ്തോലന്മാരുടെ വിശ്വാസം, അതായത് പെന്തക്കോസ്ത് ദിനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കടന്നു വന്നപ്പോൾ അന്ന് അവർ സംസാരിച്ച ആ സുവിശേഷത്തിലേക്ക് കടന്നു പോകുന്ന ആ ഒരു ഭാഗമാണ് പെന്റക്കോസ്റ്റലിസം എന്നുള്ളതിൽ കൂടെ നമ്മൾ അർത്ഥമാക്കേണ്ടത്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നു ഭൂരിപക്ഷം പെന്റക്കോസ്റ്റൽ എന്ന് പറയുന്ന ആൾക്കാർ ആ പെന്തക്കോസ്ത് ദിനത്തിൽ പത്രോസ് സംസാരിച്ച ആദ്യത്തെ സുവിശേഷ പ്രസംഗത്തെ മാനിക്കാത്ത ഭൂരിപക്ഷം ആൾക്കാരാണ് ഈ ലോകത്തിൽ ഉള്ളത്. പിന്നെ നമ്മൾ വചനത്തിൽ കാണുന്നു പല ആൾക്കാരും എൻ്റെ നാമത്തിൽ വരും എന്നുള്ള കാര്യം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പല തെറ്റിക്കുന്ന പലതരം ഡോക്ട്രിൻസ് കടന്നു വരുമെന്ന് കർത്താവ് നമുക്ക് മുമ്പേ വാർണിംഗ് നൽകിയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ ഫെയ്ത്ത് ഹീലറും അമേരിക്കൻ ക്രിസ്ത്യൻ മിനിസ്റ്ററുമായ ഈ വില്യം ബ്രൺഹാമിനെ പറ്റിയും അദ്ദേഹത്തിന്റെ വിശ്വാസികൾ അദ്ദേഹത്തെ പറ്റി വിശ്വസിക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ഇവിടെ പാസ്റ്റർ ജോസ് അദ്ദേഹമുണ്ട്. അദ്ദേഹം ഈ ബ്രൺഹാമിസവും ബ്രൺഹാമിന്റെ മെസ്സേജിനെയും വളരെ സൂക്ഷ്മമായിട്ട് അദ്ദേഹം അതിനെ പറ്റിയുള്ള പഠനം നടത്തിയിട്ടുള്ള അദ്ദേഹമാണ്. അപ്പം സ്വാഗതം ചെയ്യുന്നു. ആദ്യം വില്യം ബ്രൺഹാമിന്റെ ലൈഫും അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയെ പറ്റി ഒരു ചെറിയ ബ്രീഫ് കൊടുത്തിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നു പോകാം. പാസ്റ്റർ ജോസ്. നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി ലൈവിലേക്ക് കടന്നു വരാൻ ഒരവസരം കൂടി എനിക്ക് തന്ന ദൈവത്തെയും ഈ സൂം ലൈവ് ക്രമീകരിച്ചിട്ടുള്ള കർത്താവിന്റെ ദാസൻ ബ്രദർ വിൽസൺ ബെഞ്ചമിനെയും കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള വന്ദനവും നന്ദിയും അറിയിക്കുന്നു. കഴിഞ്ഞ ഏതാനും നാളുകളായി സോഷ്യൽ മീഡിയയിൽ കേരളത്തിലുള്ള ബ്രൺഹാമിന്റെ അനുയായികൾ, വിശേഷിച്ച് അവർക്ക് വേണ്ടി പബ്ലിക് മീറ്റിങ്ങുകളും ലൈവ് സ്ട്രീമുകളും യൂട്യൂബ് വീഡിയോകളും ചെയ്യുന്ന തിരുവനന്തപുരത്തുള്ള സത്യരാജ് എന്ന് പറയുന്ന ഒരു ബ്രദർ, അദ്ദേഹം മിക്കവാറും ഒക്കെ ലൈവ് വീഡിയോകളുമായി വില്യം ബ്രൺഹാം ഏഴാം സഭാകാലത്തിന്റെ ദൂതനും വെളിപ്പാട് പുസ്തകത്തിൽ 7-ാം കാഹളത്തിന്റെ ദൂതനും എന്നും അദ്ദേഹത്തിലൂടെയാണ് ആധുനിക ഈ കാലഘട്ടത്തിലെ പെന്തക്കോസ്റ്റൽസിന് ദൈവവചനം പൂർണ്ണമായും മടക്കി കിട്ടിയതെന്നും അതിന് ദൈവം ഉപയോഗിച്ച വ്യക്തിയാണ് വില്യം ബ്രൺഹാം എന്നും
പഠിപ്പിച്ചു വരുന്ന ചില വീഡിയോകൾ കാണുവാനിടയായി. അത് അത്തരം ചില വീഡിയോകളും അദ്ദേഹം ചില വ്യക്തികളുമായി സംസാരിക്കുന്നതിന്റെ ഓഡിയോ ക്ലിപ്പുകളും എനിക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലും ചില ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്തുള്ള ഒരു പാസ്റ്റർ നെൽസൺ കണ്ണമാലി വില്യം ബ്രണാം 7-ാം സഭാകാലത്തിന്റെ ദൂതനോ എന്ന് ചോദിച്ചുകൊണ്ട് ഇട്ട ഒരു FB പോസ്റ്റും അതിന് താഴെ വന്ന അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ധാരാളം കമന്റുകളെയും അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഞങ്ങൾക്കുണ്ടായത്. അപ്പോ ഇവിടെ വിൽസൺ ചോദിച്ചതുപോലെ ആരായിരുന്നു ഈ വില്യം ബ്രൺഹാം? അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിലെ കെന്റുക്കിയിൽ 1909 ഏപ്രിൽ മാസം 6-ാം തീയതി ജനിച്ച ബാലനായിരുന്നു. വളരെ ദരിദ്ര കുടുംബത്തിൽ, വളരെ ഒട്ടും തന്നെ മതപരമല്ലാത്ത ഒരു മദ്യമുണ്ടാക്കി വിൽക്കുന്ന ഒരു മദ്യപാനിയായ ഒരു മനുഷ്യന്റെ മകനായി ജനിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അമ്മയും ഒക്കെ വളരെ ദാരിദ്ര്യം അനുഭവിച്ചാണ് വളർന്നത്. വളരെ 15 വയസ്സുള്ളപ്പോഴേ തന്നെ ആ സ്ത്രീ അമ്മയായി തുടങ്ങി. പിന്നീട് 8-10 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. വളരെ ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ച കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ തന്നെ ലൈഫ് സ്റ്റോറിയെ അടിസ്ഥാനമാക്കി സംസാരിക്കുകയാണെങ്കിൽ ബാല്യകാലത്തിലെ മുതൽ വലിയ ദൈവിക ഇടപെടൽ ഉണ്ടായി. വലുതാകുമ്പോൾ നിന്നെ ഞാൻ എന്റെ വേലയ്ക്ക് ഉപയോഗിക്കുമെന്നുള്ള ശബ്ദങ്ങൾ അദ്ദേഹം കേട്ടു തുടങ്ങി. അങ്ങനെ അദ്ദേഹം പിൽക്കാലത്ത് തന്റെ യൗവനകാലത്ത് ഒരു ബാപ്റ്റിസ്റ്റ് സഭയിൽ അംഗമായി ചേരുകയും അവിടെ വന്നിരുന്ന ഒരു പെൺകുട്ടിയുമായി വിവാഹം കഴിക്കുകയും ചെയ്തു. ആ കുട്ടിയുടെ പേര് ഫെയ്ത്ത് എന്നായിരുന്നു. ചില വർഷങ്ങൾക്ക് ശേഷം ഫെയ്ത്ത് ട്യൂബർകുലോസിസ് TB ബാധിച്ച് മരിക്കുകയും ഫെയ്ത്തിൽ ഉണ്ടായ ഷാരോൺ റോസ് എന്ന് പറയുന്ന ഒരു കുട്ടി മരിക്കുകയും ചെയ്തു. അപ്പോ ആ സമയത്തും വലിയ പ്രലോഭനങ്ങളിലും പരിശോധനകളോടെ കടന്നു പോകുമ്പോഴും അദ്ദേഹം വിശ്വാസം കാത്തു സൂക്ഷിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ മിനിസ്ട്രി വളരെ ശക്തിയോടുകൂടി ആരംഭിക്കുന്നത് 1933 ആണ്. 1933 അദ്ദേഹം ഓഹിയോ നദിയിൽ കുറെ ആളുകൾക്ക് സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പബ്ലിക് മിനിസ്ട്രി ആരംഭിക്കുന്നത്. 1946 ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായി എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ തുടർന്ന് വേൾഡ് വൈഡ് മിനിസ്ട്രി ആരംഭിച്ചു. 1954 അദ്ദേഹം ബോംബെയിലെ മറൈൻ ഡ്രൈവിൽ ഏകദേശം 5 ലക്ഷം ആളുകളും ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ബോംബെ സിറ്റി മേയർ ഉൾപ്പെടെയുള്ള വലിയൊരു ഓഡിയൻസ് ഉള്ള ഒരു വലിയ ജനാവലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ വന്നു. അത് ചരിത്രപരമായി വസ്തുതയാണ്. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ഉള്ളത്, ദൈവം വളരെയധികം കാര്യങ്ങളിൽ ഉപയോഗിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഏതാണ്ട് 1950 വരെയുള്ള കാലഘട്ടങ്ങളിൽ 33 മുതൽ 50 വരെയുള്ള 17 വർഷ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒരു ഫെയ്ത്ത് ഹീലർ അല്ലെങ്കിൽ ഫെയ്ത്ത് ഹീലിംഗ് കാമ്പയിൻ മിനിസ്റ്റർ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ലോകമാസകലമുള്ള രാജ്യങ്ങളിലുള്ള പെന്തക്കോസ്റ്റൽ ചർച്ചുകൾ ഒരുക്കുന്ന വേദിയിൽ ഹീലിംഗ് പ്രസംഗിക്കുക, ഹീലിംഗ് മിനിസ്ട്രി നടത്തുക ആയിരുന്നു. അങ്ങനെ 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ സൗഖ്യം പ്രാപിക്കുകയും അനവധി ആളുകൾ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും ഒക്കെ ചരിത്രപരമായ വസ്തുതകളാണ്. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു കാര്യം, ഇതിന് ശേഷമുള്ള കുറെ കാലഘട്ടങ്ങളിൽ ഇദ്ദേഹം ഉപദേശം അന്ന് വരെയുള്ള പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിനും അപ്പുറമായ കാര്യങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചു തുടങ്ങി. സർപ്പൻ സീഡ്, കായിൻ പിശാചിൽ ട്രിനിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടും താൻ 7-ാം സഭാകാലത്തിന്റെ ദൂതനാണെന്നും ഉള്ള പ്രസ്താവനകൾ തുടങ്ങിയതോടുകൂടി പെന്തക്കോസ്റ്റൽ വേദികൾ അദ്ദേഹത്തിന് തീർത്തും ഇല്ലാതെയാവുകയും പിന്നീട് ഫീനിക്സിൽ മാത്രം ഒരു ചർച്ച അദ്ദേഹത്തെ കുറെ കാലം കൂടി വിളിക്കുകയും ചെയ്തു. അതിനുശേഷം അമേരിക്കയിലുള്ള ജെഫേഴ്സൺ വില്ലയിലുള്ള ബ്രണ്ണാം ടാബർനാക്കിളിൽ മാത്രമായി അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഒതുങ്ങി. ബ്രണ്ണാം ടാബർനാക്കിളിൽ നിന്നും അദ്ദേഹം പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളെല്ലാം പിന്നെ ടേപ്പിൽ നിന്നും പ്രിന്റഡ് ഫോർമാറ്റിലേക്ക് പ്രിന്റഡ് ബുക്കുകളാക്കി ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന് തന്നെയും പിന്നീട് അദ്ദേഹത്തിന് ലഭിച്ചതായ പഴയകാല സർമണുകൾ, പ്രസംഗങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് ആക്കിക്കൊണ്ട്
വോയിസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുകയും ഇന്ന് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും വോയിസ് ഓഫ് ഗോഡിന് സ്വന്തമായ ഓഫീസുകളും ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനങ്ങളുമുണ്ട്. ഇങ്ങനെ ഉള്ള ഈ ബ്രണാം എന്ന് പറയുന്ന വില്യം മാരിയൻ ബ്രൺഹാം എന്ന് പറയുന്ന ഒരു കാലത്ത് ദൈവം ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്ന ഈ ദൈവദാസൻ ആയിരുന്ന പ്രവർത്തിച്ചിരുന്ന മനുഷ്യൻ പിൽക്കാലത്ത് ബ്രണാമിസം അല്ലെങ്കിൽ ബ്രണാം മെസ്സേജ് അല്ലെങ്കിൽ എൻഡ് ടൈം മെസ്സേജ് എന്ന് പറയുന്ന ഒരു കൾട്ട് ഉപദേശത്തിലേക്ക് മാറുകയുണ്ടായി. ഏതാണ്ട് എൻ്റെ ജീവിതം ഞാൻ ഒരു കാലത്ത് ഈ എൻഡ് ടൈം മെസ്സേജ് അല്ലെങ്കിൽ ബ്രണാം മെസ്സേജിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ബൈബിൾ കുറച്ചുകൂടി ആഴത്തിൽ വ്യക്തിപരമായി പഠിക്കാൻ ഇടയായ നിമിത്തം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിലെ ശരിതെറ്റുകൾ വ്യക്തമായും വളരെ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലും വെളിപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ദൈവം എനിക്ക് കൃപ തന്നതുകൊണ്ട് ഞാൻ ഈ മാർഗത്തിലേക്ക് വരാനുള്ള കാരണം എൻ്റെ ബാല്യകാലം മുതൽ ഞാൻ ഒരു ഏകദൈവ വിശ്വാസിയാണ്. എനിക്ക് 10-12 വയസ്സുള്ളപ്പോഴൊക്കെയും മുതലും ഞാൻ ബൈബിൾ വായിക്കുന്ന ആളായിരുന്നു. പിന്നീട് ഒരു +2 പ്രീ ഡിഗ്രി ഒക്കെ കാലഘട്ടമായപ്പോൾ തന്നെ ഞാൻ ബൈബിളിൽ ഏകദൈവം പറയുന്നു, പക്ഷെ ഈ ത്രിയേക ദൈവം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ത്രിയേക ദൈവം എന്നുള്ള ഒരു കീറാമുട്ടി എൻ്റെ ഹൃദയത്തിലുള്ള സമയത്താണ് ഞാൻ പെന്തക്കോസ്തൽ മാർഗത്തിൽ രക്ഷിക്കപ്പെടുകയും ട്രിനിറ്റിയിൽ ബാപ്റ്റിസം എടുക്കുകയും പിന്നീട് ചില ദിവസങ്ങൾക്ക് ശേഷം ഒരു ബ്രണാം അനുയായിയെ അല്ലെങ്കിൽ ബ്രണാം മെസ്സേജിലുള്ള ഒരു പാസ്റ്ററുമായി കണ്ടുമുട്ടാൻ ഇടയാകുകയും ചെയ്തു. അപ്പോ അവിടെ എനിക്ക് ലഭിച്ചത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബൈബിൾ പറഞ്ഞിരിക്കുന്ന സ്നാനവും ഏകദൈവവും എന്നുള്ളൊരു കാര്യം കിട്ടിയപ്പോ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ അന്ന് ഒരുമിച്ചുണ്ടായിരുന്ന ഒരു കൂട്ടായ്മയിലെ ഒരു 10-27 ആളുകളും ഈ മാർഗത്തിലേക്ക് വരുവാനിടയായി. പക്ഷേ കത്തോലിക്ക സഭയിൽ നിന്നോ ഓർത്തഡോക്സ് യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്നോ ബ്രണാം എന്ന് പറയുന്ന ഒരു ഉപദേശത്തിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ബൈബിളിന്റെ അടിസ്ഥാനം ഇല്ലാത്തതുകൊണ്ട്. നീണ്ട 10-17 വർഷങ്ങൾ ഈ മെസ്സേജിന്റെ ഭാഗമായി ശുശ്രൂഷ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തുവെങ്കിലും ഒരു 2017-18 കാലഘട്ടങ്ങളിൽ ഈ പുസ്തകങ്ങൾ ഞാൻ തീരെ വായിക്കാതെയായി. ഞാൻ ബൈബിൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി. എനിക്ക് ദൈവമായിട്ട് ഒരു ചേഞ്ചിന്റെ സമയം ഒരുക്കി. അങ്ങനെ ഞാൻ ഇവരുടെ മെസ്സേജിന്റെ അടിസ്ഥാന ഉപദേശമായി ഇവർ പ്രസ്താവിക്കുന്ന പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമായ മലാക്കി പ്രവചന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 5-6 വാക്യത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരു ഏലിയാവുണ്ട്. ആ ഏലിയ പ്രവാചകനാണ് താൻ എന്ന് പഠിപ്പിക്കുന്ന ഉപദേശം വെളിപ്പാട് ദിവസം 10-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലെ 7-ാമത്തെ സഭാദൂതൻ, 7 കാഹളങ്ങളുടെ ദൂതൻ. പിന്നീട് വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ യോഹന്നാന് സ്വർഗീയ ദർശനങ്ങളെ കാണിച്ചു കൊടുക്കുന്ന ദൂതൻ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 9-ാം വാക്യത്തിൽ യോഹന്നാൻ കാൽക്കൽ വീണ് നമസ്കരിക്കുന്ന ദൂതൻ. ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ബൈബിൾ കോണ്ടെക്സ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ വായിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം ബൈബിളിൽ ഇല്ല, ഇദ്ദേഹത്തിന്റെ ഉപദേശമോ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളോ യാതൊന്നും തന്നെ വിശുദ്ധ വേദപുസ്തകവുമായി ബന്ധമില്ല എന്ന് അറിയാൻ കഴിയുന്നത്. അന്ന് ഞാൻ ഈ കൂട്ടായ്മ വിട്ട് ഇന്ന് ഏതാണ്ട് 5-6 വർഷങ്ങൾ പിന്നിടുമ്പോൾ, ഇന്നേക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ് ബ്രണാം ഉപദേശത്തിലുള്ള ഒരു സത്യരാജ്, ഞാൻ തുടക്കത്തിൽ പ്രസ്താവിച്ച സത്യരാജുമായി ഒരു ഡിബേറ്റ് ഞങ്ങൾ നടത്തുകയുണ്ടായി. ആ ഡിബേറ്റിന്റെ ലിങ്കും ഞങ്ങൾ ഈ യൂട്യൂബിൽ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും, കൂടുതൽ നിങ്ങൾക്ക് അറിയേണ്ടതിന് വേണ്ടി. എന്നാൽ പിന്നീട് പലപ്പോഴും ഇത്തരം ആളുകളെ ഞങ്ങൾ പരസ്യമായ ഡിബേറ്റിന് ക്ഷണിച്ചപ്പോഴൊക്കെ അവര് ഈ ഡിബേറ്റിന് വരാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ ഡിബേറ്റിന്റെ ഫോർമാറ്റ് മാറ്റി ഒരു ചോദ്യ ഉത്തരം എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ മീറ്റിംഗ്, ഈ ഡിബേറ്റ് അല്ലെങ്കിൽ ഈ രാത്രിയിലെ പ്രോഗ്രാം ക്രമീകരിക്കാൻ ഇടയായത്. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഇവര് അബദ്ധമായി പറഞ്ഞു പിടിപ്പിക്കുന്ന വിഷയങ്ങളെ ചോദ്യങ്ങളായും അതിന് മറുപടിയായും അവതരിപ്പിച്ചിട്ടുള്ള ഒരു സീരീസ് പ്രോഗ്രാമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ആരംഭിക്കുന്നത്. 1-2 ആഴ്ചകളിലേക്ക് ഒരുപക്ഷെ ഈ പ്രോഗ്രാം നീണ്ടുപോയേക്കാം. അതുകൊണ്ട് ചില ചോദ്യങ്ങൾ നമുക്ക് ഉള്ളത് ഈ ബ്രണാം എൻഡ് ടൈം മെസ്സേജിനെ സംബന്ധിച്ചും
വില്യം ബ്രണ്ണാമും ബൈബിളും സംബന്ധിച്ചും അവരുടെ ഉപദേശവും സംബന്ധിച്ചുള്ള സംശയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വരാൻ സാധ്യതയുള്ള സംശയങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ശരിയായ ഒരു ധാരണയ്ക്ക് വേണ്ടി ഇന്ന് ഞങ്ങളെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. കർത്താവ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ താങ്ക് യു പാസ്റ്റർ. അപ്പം വളരെ ബ്രീഫായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി പറയുകയും പിന്നെ സ്വന്തം ഒരു സാക്ഷ്യം അവിടെ ഷെയർ ചെയ്യുകയും ചെയ്തതിന് താങ്ക് യു. ഇനി ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോകുന്നത് മലാക്കി പുസ്തകം അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഞാൻ ഹോരേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവിൻ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാള്, നമ്മൾ ഇത് കാണുന്നത് പത്രോസിന്റെ ആ പ്രഖ്യാപനത്തിലും കാണുന്നുണ്ട്. കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ നാള് യോവേൽ പ്രവാചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അപ്പൊ ഇവിടെ മലാക്കിയിലും ആ കാര്യം തന്നെ പറയുന്നു. അപ്പോൾ ഈ യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ ഏതാണ്? ഇവിടെ പറയുന്ന ഏലിയ പ്രവാചകൻ ബ്രണ്ണാം ആണോ? അതിനൊരു ഉത്തരം പറയും. വളരെ നല്ലൊരു ചോദ്യമാണ്. ഇവരുടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എൻഡ് ടൈം മെസ്സേജ് എന്നാണ്, അന്ത്യകാല സന്ദേശം എന്നാണ് ഇവരുടെ ഈ കൂട്ടായ്മയുടെ പേര്. മെസ്സേജിലുള്ള ബിലീവേഴ്സ് ആണോ എന്നാണ് ഇവർ സാധാരണ കണ്ടാൽ ചോദിക്കുന്നത്. മെസ്സേജ് ബിലീവർ ആണോ? ഈ മെസ്സേജ് ബിലീവേഴ്സിന്റെ ഏറ്റവും കോറായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വാക്യമാണ് മലാക്കി 4:5-6. പ്രത്യക്ഷത്തിൽ മലാക്കി 4:5-6 മാത്രം വായിക്കുന്ന ഒരാൾക്ക് അവര് വ്യാഖ്യാനിക്കുന്നതും കൂടെ കേട്ട് കഴിഞ്ഞാൽ ഇത് ശരിയാണെന്ന് തോന്നും. കാരണം അവിടെ പറയുന്നത് യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരും മുമ്പ് ഞാൻ ഏലിയ പ്രവാചകനെ അയക്കും. അപ്പോൾ ഞാൻ വന്ന ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഇവര് പറയുന്നത് അപ്പോസ്തലന്മാരായ പിതാക്കന്മാരോട് ഇന്നത്തെ തലമുറയിലെ ദൈവജനത്തെയും ഇന്നത്തെ തലമുറയിലെ ദൈവജനത്തെ അപ്പോസ്തലന്മാരിലേക്ക്, അതായത് വൈസ് വേഴ്സ, അപ്പോസ്തോലിക ഉപദേശം ഇന്നത്തെ വിശ്വാസത്തിൽ, അതായത് പെന്തക്കോസ്ത് വരെയുള്ള ട്രിനിറ്റി വിശ്വാസത്തിന് ശേഷം അപ്പോസ്തലന്മാരുടെ ഉപദേശം ബ്രണ്ണാം മുഖാന്തരം ഇന്നത്തെ തലമുറയോടും ഇന്നത്തെ തലമുറ തിരികെ അതേ അപ്പോസ്തോലിക വിശ്വാസത്തിലേക്ക് തിരിക്കും എന്നാണ് ഇവിടെ അവനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. സത്യത്തിൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ 4-ാം അധ്യായത്തിന്റെ കോണ്ടെക്സ്റ്റ് തന്നെ ആരംഭിക്കുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. ഒരു കർത്താവിന്റെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ്, അല്ലെങ്കിൽ ഡേ ഓഫ് വെഞ്ചൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പിന്നെ ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് പറയുന്ന ഒരു നാളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ മലാക്കി പ്രവചന പുസ്തകത്തിന്റെ ഇതിവൃത്തം, അല്ലെങ്കിൽ അതിന്റെ കോണ്ടെക്സ്റ്റ്. മാത്രമല്ല, ഒരു യഹൂദന്റെ പുസ്തകത്തിൽ ഒരു ജാതീയ പ്രവാചകന് യാതൊരു റോളും ഇല്ല. ഇതൊന്നും അന്ന് എനിക്കറിയില്ലായിരുന്നു. യഹൂദന്റെ പുസ്തകത്തിൽ ഒരിക്കലും യഹൂദൻ ഒരു ജാതീയ പ്രവാചകനെയും അംഗീകരിക്കത്തില്ല. യഹൂദൻ ഇന്നും യേശുക്രിസ്തുവിനേക്കാൾ ഉപരിയായി പ്രവാചകന്മാരെ വിശ്വസിക്കുന്നു. കാരണം അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ പൗലോസ് നിൽക്കുമ്പോഴും പൗലോസ് ചോദിക്കുന്നത്, അഗ്രിപ്പ രാജാവെ നീ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നുവെന്ന്. അപ്പം വിശ്വസിക്കുന്നു എന്നല്ലാതെ രാജാവിന് പറയാൻ കഴിയില്ല, മറിച്ച് പറയാൻ കഴിയില്ല. അപ്പൊ പ്രവാചകന്മാര് എന്നുള്ളത് ദൈവത്തിന്റെ മൗത്ത് പീസ് ആണെന്നും വായാണെന്നും ദൈവത്തിന്റെ പ്രവാചകന്മാര് എല്ലാ കാലത്തും ആദരിക്കപ്പെടുന്ന മാനിക്കപ്പെടുന്ന വ്യക്തികളായിരുന്നുവെന്നും ഇവർക്കറിയാം, യഹൂദന്മാർക്കറിയാം. എന്നാൽ ആ യഹൂദൻ അവരുടെ പ്രവാചകന്മാർ അരുളി ചെയ്ത മെസ്സിഹയെ തിരസ്കരിച്ചു കളഞ്ഞു എന്നുള്ള വസ്തുത നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ പറയുന്ന ഏലിയാവ് വാസ്തവമായി നമ്മൾ മനസ്സിലാക്കുന്നത് ആരെയാണ്? ഇത് മഹോദ്രവത്തിന്റെ നടുവിൽ പ്രത്യക്ഷമാകുന്ന ഏലിയാവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ അദ്ദേഹം പഠിപ്പിക്കാറുള്ള ഒരു കാര്യം, ഏലിയ പ്രവാചകന് 5 പ്രത്യക്ഷതകളുണ്ട്. ഒന്നാമതായി അവൻ തിഷ്ബിനായി ഏലിയാവായിട്ട് വന്നു. രണ്ടാമതായി ഏലിയാവിന്റെ ആത്മാവ് ഇരട്ടി പങ്കോടുകൂടി ഏലിയാവിൽ വർക്ക് ചെയ്തു. സെക്കൻഡ്,
മാനിഫെസ്റ്റേഷൻ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് എലീശയില്. മൂന്നാമതായിട്ട് യോഹന്നാൻ സ്നാപകനിലേക്ക് വരുമ്പോൾ അവൻ ഏലിയാവിന്റെ ആത്മാവോട് ശക്തിയോടും അവന് മുമ്പായി നടക്കുമെന്ന്, യേശുവിന് മുമ്പായി നടക്കുന്നതിനെ കുറിച്ച് ഏലിയാവിന്റെ ആത്മാവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകനിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നാലാമതായി യേശുക്രിസ്തുവിൽ നിറവേറ്റപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയ ആളുകൾക്ക് തിരികെ ഈ അപ്പോസ്തോലിക ഉപദേശം കൊടുക്കുന്ന ഏലിയാവായിട്ട് താൻ വരുന്നു എന്നുള്ളത് സാക്ഷിക്കുന്ന അല്ലെങ്കിൽ സാക്ഷീകരിക്കാൻ വേണ്ടി അദ്ദേഹം എടുക്കുന്ന ഒരു വേദഭാഗമാണ് ഈ മലാഖി 4 അധ്യായത്തിലെ കാര്യം. എന്നിട്ട് ഏലിയാവിനെ 5ാമത്തെ പ്രാവശ്യം വരുന്നുള്ളെന്ന് പറയും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫെയ്ത്ത് ഹീലിംഗ് ക്യാമ്പയിനുകളുടെ ഓഡിയോ മെസ്സേജുകൾ നമുക്ക് കിട്ടും. അപ്പം അദ്ദേഹം ഈ പേഷ്യൻസിന്റെ രോഗികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഡു യു ബിലീവ് ഐ ആം ദ 7th ഏഞ്ചൽ, ഐ ആം ദ എലൈജ, ഞാൻ ഏലിയ ആണെന്ന് വിശ്വസിക്കുന്നു ചോദിക്കും. യെസ് ഐ ഡു ബിലീവ് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഏലിയാവാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും, ഏലിയാവാണ് എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തതാണ്. അപ്പൊ അതിനുവേണ്ടി അവരെടുക്കുന്ന ഒരു ഭാഗമാണ് മലാഖി 4-ാം അധ്യായം ഈ 5ഉം 6ഉം വാക്യം. എന്നാൽ മലാഖി 4, 5, 6 വാക്യം എന്ന് പറയുന്നത് ഒരു ജാതീയനുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല. ഇത് യഹൂദന് സംഭവിക്കാൻ പോകുന്ന ഉപദ്രവത്തിന്റെ നടുവിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇത് യഹൂദന്റെ പുസ്തകമാണ്. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ യഹൂദന്റെ വേദഗ്രന്ഥമാണ്. നമുക്കറിയാം അത് അവരുടെ തനാക്കിന്റെ ഭാഗമാണ്. പ്രവചനങ്ങളും അതർ ബുക്സും പിന്നെ തോറയും ഒക്കെ ആയിട്ട് ഈ പുസ്തകത്തിൽ എവിടെയും ഭാവി കാലത്ത് വരുവാനുള്ള ഒരു ജാതീയ പ്രവാചകനെ കുറിച്ച് എഴുതിയിട്ടില്ല എന്ന് നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കും. ജാതീയരുടെ പ്രവാചകൻ എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. മാത്രമല്ല പുതിയ നിയമത്തിലെ ബൈബിൾ വേദഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും സഭ മേഘങ്ങളിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നത് വരെയും ഈ ബ്രാക്കറ്റ് പീരീഡിൽ യേശുക്രിസ്തുവിന്റെ മരണം മുതൽ സഭ എടുത്തുകൊള്ളപ്പെടുന്ന വരെയുള്ള കൃപാ കാലഘട്ടങ്ങളിൽ ബൈബിൾ അല്ലാതെ മറ്റൊരു വേദഗ്രന്ഥമോ മറ്റൊരു പ്രവാചകനോ ബൈബിളിന് പുറത്തു നിന്നോ മറ്റൊരു പ്രവാചകന്റെ ആവശ്യമില്ല എന്ന് തന്നെയും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇവിടെ പറയുന്ന ഈ വലുതും ഭയങ്കരമായ നാളിനെ സംബന്ധിച്ച് നമുക്ക് യോയൽ പ്രവചനത്തിൽ കർത്താവിന്റെ ദാസൻ സൂചിപ്പിച്ചതുപോലെ 2:30-31 പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 21-23 പറയുന്നുണ്ട്. പിന്നെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യത്തിലും ഈ സംഭവങ്ങളുടെ കോണ്ടെക്സ്റ്റ് കാണും. അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് തന്റെ പ്രസംഗത്തിൽ ഇത് കോട്ട് ചെയ്യുന്നുമുണ്ട്. മാത്രമല്ല ആമോസ് തുടങ്ങിയുള്ള സകല പ്രവാചകന്മാരും ഈ ലാസ്റ്റ് പറയുന്ന ചൂള പോലെ കത്തുന്ന ദിവസത്തെക്കുറിച്ച്, ഈ ഉപദ്രവ ദിവസത്തെക്കുറിച്ച്, ദൈവത്തിന്റെ കോപ ദിവസത്തെക്കുറിച്ച്, പ്രതികാര ദിവസത്തെക്കുറിച്ച് യെശയ്യാവ് 61-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. ഈ കോപ ദിവസം എന്നാണ് എന്നുള്ള കാര്യം. ഈ ഒരു വസ്തുതയാണ് തൻ്റെ ജീവിതവും തൻ്റെ ശുശ്രൂഷയുമായിട്ട് ചേർത്ത് അദ്ദേഹം പഠിപ്പിച്ചു തുടങ്ങിയത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ 30 വർഷം ഇദ്ദേഹം ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊന്നും കാണിച്ചില്ല. അദ്ദേഹത്തിന്റെ വേദി മുഴുവൻ പെന്തക്കോസ്റ്റൽ സഭകൾ ഒരുക്കി കൊടുത്ത പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹം ഫെയ്ത്ത് ഹീലിംഗ് ക്യാമ്പയിനുകൾ നടത്തുകയായിരുന്നു. ഒരു ദുരുപദേശം ഉണ്ടായിരുന്നില്ല. ഹീലിംഗിന് ആസ്പദമായ ഒരു ബൈബിൾ വാക്യം എടുക്കും, അത് ഒരു അരമണിക്കൂറിന് താഴെ ഒരു സർമൺ, അതിനുശേഷം മണിക്കൂറുകൾ ഒരുപക്ഷെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഹീലിംഗ് ക്യാമ്പയിൻ. ഈ ക്യാമ്പയിനുകളുടെ ഒടുവിലായി ഇദ്ദേഹം ഉപദേശങ്ങൾ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ വേദികൾ ഇല്ലാതെ ആയപ്പോഴാണ് ഇദ്ദേഹം പൂർണ്ണമായും വചനവിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയത്. ഇവിടെ പറയുന്ന ഏലിയാവ് വാസ്തവത്തിൽ മഹോദ്രവ നാളിൽ വീണ്ടും ഒരു രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ വരുന്ന ഏലിയാവ്, മോശയോട് കൂടെ വരുന്ന ഏലിയാവിനെ കുറിച്ചാണ് എന്ന് ഈ കോണ്ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമുള്ളൊരു കാര്യമല്ല. ഇത് വെളിപാട് പുസ്തകം 6-ാം അധ്യായവും ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇവിടെ പറയുന്ന ഏലിയാവ് ഒരിക്കലും ഒരു നോൺ ജൂ അല്ല, ഒരു യഹൂദനല്ലാത്ത ഒരു മനുഷ്യനല്ല. ഇത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത്. പ്രവാചകന്റെ ആത്മാവിനെ കുറിച്ചുമല്ല. പ്രവാചകൻ ഏലിയാവ് പ്രവാചകനെ അയക്കുമെന്ന് തന്നെയാണ് ബൈബിൾ സ്പഷ്ടമായിട്ട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. അപ്പോൾ അടുത്ത ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, അവരുടെ അനുയായികൾ ഇതും പറയുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം അതിന്റെ അധ്യായം 1-ൽ വായിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു.
അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ചു തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പം അദ്ദേഹം ഏലിയാവ് മാത്രമല്ല, ഈ വെളിപ്പാട് പുസ്തകത്തിലുള്ള ദൂതനും കൂടെയാണ് എന്നാണ് അവരുടെ അനുയായികൾ വിശ്വസിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ അവർ വിശ്വസിക്കുന്നത്? അത് പറയാനുള്ള കാരണം, ഈ ഇതും വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലുള്ള ഒരു പ്രവചനം കൂടെ ചേർത്താണ് അവർ പറയുന്നത്. അവർ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 7 മുദ്രകളുടെ വെളിപ്പാട് അദ്ദേഹം 1964 ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സീരീസ് ആയിട്ട് പ്രസംഗിച്ചു. നമ്മളത് വളരെ ബൈബിള് ചേർത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ അതിശയകരമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വളരെ കോമഡി ആയിട്ട് നമുക്ക് തോന്നും. കാരണം വെളിപ്പാട് പുസ്തകത്തിലെ 7 മുദ്രകൾ വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇറങ്ങി വന്നിട്ടാണ്. അതായത് വെളിപ്പാട് പുസ്തകത്തിൽ 7 മുദ്രകൾ, 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂർ നേരം നിശബ്ദതയുണ്ടായി. ആ അരമണിക്കൂർ നേരം ഈ 7 മുദ്രകൾ പ്രസംഗിക്കുമ്പോൾ അന്നെടുത്ത് ചില ഫോട്ടോഗ്രാഫ്സിന്റെ പുറകിൽ, അദ്ദേഹത്തിന്റെ പുറകിൽ നിൽക്കുന്ന ഒരു ചെടി വളർന്ന് അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് കണ്ടു. ഒരു ഏഞ്ചൽ പോലെ ഒരു ഷാഡോ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് കണ്ടു. അത് കർത്താവിന്റെ വരവാണെന്നും കർത്താവ് അദ്ദേഹത്തിൽ ഇറങ്ങിയിട്ട് അദ്ദേഹമാണ് 7 മുദ്രകൾ പൊട്ടിച്ചതെന്നുമാണ് 7 മുദ്രകളുടെ ഓപ്പണിംഗ് ഓഫ് ദ 7 സീൽസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം പ്രസ്താവിക്കുന്നത്. രസം അവിടെയല്ല, ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് യോഹന്നാൻ തിളയ്ക്കുന്ന എണ്ണയിൽ കിടന്ന് മരിക്കാതെ യോഹന്നാനെ പത്മോസിലേക്ക് നാട് കടത്തുകയും, പത്മോസിൽ വെച്ച് ദൈവം വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ അറിയിക്കേണ്ടതിന്, തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് തന്റെ ദൂതനെ അയച്ചു കൊടുത്തു തുടങ്ങും. ദൈവം സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ അയക്കുന്നുണ്ട്. ഈ ദൂതൻ ആരാണെന്നുള്ള കാര്യം 1-ാം അധ്യായത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നു. എന്റെ വലങ്കയിൽ കണ്ട 7 പൊന്നക്ഷത്രം മർമ്മവും 7 പൊന്നുള്ളവരുടെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളിലും ആകുന്നു എന്ന് കൽപ്പിച്ചു. ഇപ്പം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടെന്നാണ് നമ്മൾ ഇതിനെ വായിക്കുന്നത്. ഇംഗ്ലീഷിൽ ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് ദൈവം ഒരു ദൂതനെ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട്, ഇത് നീ കാണുന്നതൊക്കെയും ഒരു പുസ്തകത്തിൽ എഴുതി ആസിയയിൽ, ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക് അയക്കുക. അതിനുശേഷം ഇത് വായിക്കുകയും ഇത് കേൾക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് യേശുക്രിസ്തു യോഹന്നാന് പ്രത്യക്ഷമാകുന്നു. യോഹന്നാൻ പ്രത്യക്ഷമാകുമ്പോൾ യോഹന്നാൻ ഒരു ട്രാൻസിലേക്ക്, ഒരു ആത്മവിവശതയിലേക്ക് പോകുന്നു. ഈ ആത്മവിവശതയിലാണ് യോഹന്നാൻ ഈ വരുവാനുള്ള ഭാവി സംഭവങ്ങൾ മുഴുവൻ കാണുന്നതും ഈ മുഴുവൻ വെളിപ്പാട് പുസ്തകത്തിന്റെ മുഴുവൻ സംഭവ വികാസങ്ങളും യോഹന്നാൻ യോഹന്നാൻ ഒരു സ്വന്തം, നമ്മളിപ്പോ ഞാനും വിൽസം ബ്രദറും അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്ന ആരെങ്കിലും ലൈവായിട്ട് ജീവിച്ചിരുന്ന് കാണുന്ന പോലുള്ള കാര്യങ്ങളല്ല കാണുന്നത്. യോഹന്നാൻ എടുത്തുകൊള്ളപ്പെടുകയാണ്. ഒരു ട്രാൻസിൽ യോഹന്നാനെ ഈ പറയുന്ന സംഭവങ്ങളുടെ ഒരു ഭാവി കാലത്ത് സംഭവിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇതെന്നുള്ളത് നേരെ നിന്ന് കാണുന്ന ഒരു വിറ്റ്നസ് ആയിട്ടാണ് യോഹന്നാനെ ആ ഒരു ഇതിലേക്ക് എടുക്കുക. പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞാൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗം വരെ എടുത്തുകൊള്ളപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം. അവൻ 3-ാം സ്വർഗം വരെ പോയി. ശരീരം കൊണ്ടാണോ ശരീരത്തോടു കൂടിയാണോ കൂടാതെയാണോ എന്ന് അറിയില്ല, എങ്കിലും അവാച്യമായ കാര്യങ്ങളെ കണ്ടു എന്ന് പറയുന്നു. ഇതേപോലുള്ള കുറച്ചുകൂടി വിശാലമായ ഒരു അനുഭവമായിരുന്നു യോഹന്നാൻ ഉണ്ടായത്. യോഹന്നാന്റെ ട്രാൻസിൽ, അല്ലെങ്കിൽ യോഹന്നാന്റെ ആത്മവിവശതയിൽ യോഹന്നാന് കാണിച്ചു കൊടുത്തത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. കാരണം ആ പുസ്തകത്തിലെ 1-ാം അധ്യായം കൺക്ലൂഡ് ചെയ്യുന്നത് യേശു തന്നെയാണ് പറയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, അവൻ എന്ത് ചെയ്തു, അവൻ എന്റെ മേൽ വലങ്കൈ വെച്ചു, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു, അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഈ കാണിച്ചു കൊടുത്ത ആൾ കൈകൾ വെച്ചു പറയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. എന്നിട്ട് പറയാണ്, നീ കണ്ടതും ഈ കാര്യങ്ങളെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി 7 പൊന്നുള്ളവരുടെ വിവരവും എഴുതി, എന്നിട്ട് നിലവിളക്ക് സഭകളുമാകുന്നു എന്ന് പറയുന്നു.
അപ്പം ഇവിടെ പത്മോസിൽ ദൂതനായി പ്രത്യക്ഷപ്പെട്ട് ഭാവി കാലത്തെ കാണിച്ചു കൊടുക്കുന്നത് യേശുക്രിസ്തു തന്നെയാണ് എന്നാണ് നമ്മൾ ഈ 1-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലേക്ക് യോഹന്നാന്റെ ആത്മാവിനെ കൊണ്ടുവന്നു. ഇദ്ദേഹം കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ യോഹന്നാൻ ഇദ്ദേഹം കാണിച്ചു കൊടുത്ത കാര്യങ്ങൾ യോഹന്നാൻ കണ്ടു എഴുതി എന്നുള്ള എത്രമാത്രം ബുദ്ധി എവിടെയെങ്കിലും പണയം വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യമായിരുന്നു, മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ എന്തോ അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് നിന്നു. ഇന്ന് എനിക്കിത് പൊരുൾ തിരിച്ച് പറയാൻ പറ്റുന്നതിന് ഒരു പക്ഷേ ഞാൻ അങ്ങനെ കടന്നു പോകേണ്ട ആവശ്യമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിലേക്ക് ചെന്നതും ഞാൻ സ്വയമാണ്, തിരിച്ചു പോകുന്നതും ഞാൻ സ്വയമാണ്. ആരുടെയും ഒരു ഇൻസ്പിറേഷനോ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പലരോടും ഈ കാര്യം പിന്നീട് സംസാരിച്ചപ്പം അവരിത് ശരി എന്ന് പറഞ്ഞ് പലരും ഇന്നും അതിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ ഈ കാര്യങ്ങളെ കാണിച്ചു കൊടുക്കുന്ന ദൂതൻ വില്യം ബ്രണ്ണാം അല്ല, ഒരു മനുഷ്യനല്ല. അത് സ്വർഗത്തിലെ ഒരു ദൂതനായിട്ട് പ്രത്യക്ഷമായത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. കാരണം അവൻ ഇതെല്ലാം കണ്ട് ബോധം കെട്ട് വീണപ്പോൾ തലയിൽ കഴിച്ചിട്ട് എഴുന്നേക്കണ്ട, ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് താൻ തന്നെ വെളിപ്പെടുത്തി. മാത്രമല്ല, ഈ സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാൻ പൗലോസ് വിചാരിച്ചാലോ പത്രോസ് വിചാരിച്ചാലോ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ ആരെങ്കിലും വിചാരിച്ചാലോ കഴിയുന്ന ഒരു കാര്യമില്ല. ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കൽ മാത്രം മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളാണ്. ഇനി അങ്ങോട്ട് സംഭവിക്കാനിരിക്കുന്ന സഭയുടെ എടുത്തുകൊള്ളപ്പെടൽ മുതൽ നിത്യത വരെയുള്ള കാര്യങ്ങളും മില്ലേനിയൽ കിങ്ഡമും പിന്നെ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റും റാപ്ചറും മുഴുവൻ ബാധകൾ, ഈ ഭൂമിയുടെ വരുന്ന ബാധകളും എല്ലാം സ്വർഗത്തിൽ നിന്നും ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊന്നും കാണിച്ചു കൊടുക്കാൻ ഒരു മനുഷ്യനും കഴിയുന്ന കാര്യമല്ല. ഇതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു പാസ്റ്റർ. ഇനി അടുത്ത ചോദ്യം സിസ്റ്റർ ജിൻസി ചോദിക്കുന്നതായിരിക്കും. ഒന്ന് മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, 7ാമത്തെ സഭയുടെ ദൂതൻ തന്നെയാണോ ഈ വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ പറഞ്ഞ കാഹളം ഊതുന്ന ദൂതൻ? നല്ലൊരു ചോദ്യമാണ്. കാരണം ഇവരുടെ എല്ലാ പുസ്തകങ്ങളും ഇംഗ്ലീഷിലുള്ള ക്ലോവർഡെയിൽ ബൈബിൾ വേ എന്ന് പറയുന്ന ഒരു കാനഡയിലുള്ള ഒരു ചർച്ചുണ്ട്. എനിക്ക് തോന്നുന്നത് അമേരിക്കയിലേക്കാൾ ഉപരി കൂടുതൽ വിശ്വാസികൾ ഇവർക്കുള്ളത് ക്ലോവർഡെയിൽ ബൈബിൾ വേ എന്ന് പറയുന്ന ഒരു കനേഡിയൻ ചർച്ചാണ്. ഈ കനേഡിയൻ ചർച്ച് വില്യം ബ്രണ്ണാമിന്റെ മെസ്സേജുകൾ എല്ലാം തന്നെ, ഓറൽ മെസ്സേജുകൾ മുഴുവൻ തന്നെ ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് ടേപ്പിൽ നിന്നും അത് കേട്ട് ബുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ എല്ലാ ബുക്കുകളുടെയും ബാക്ക് സൈഡിൽ ഇദ്ദേഹത്തിന്റെ ഒരു തലയും അതിന്റെ മേളിൽ ഒരു വെട്ടവും അതുപോലെ അതിന്റെ പുറകിൽ അതൊരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ബട്ട് ഇൻ ദ ഡേയ്സ് ഓഫ് ദ വോയിസ് ഓഫ് ദ സെവൻത് ഏഞ്ചൽ. അതായത് വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 7-ാം വാക്യത്തിലെ ബൈബിൾ കൊട്ടേഷൻ അവിടെ ഇട്ടേക്കുവാണ്. എന്നാൽ ഇദ്ദേഹം തന്നെ അവതരിപ്പിക്കുന്നത് നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 2-3 അധ്യായങ്ങളിൽ പറയുന്ന 7 സഭകൾ ഉണ്ടല്ലോ. ആ 7 സഭകൾക്ക് എഫേസൂസിലെ സഭ മുതൽ ലവോദിക്കയ സഭ വരെയുള്ള 7 സഭകൾ. ഈ 7 സഭകളിൽ 7ാമത്തെ സഭ എന്ന് പറയുന്നതാണ് വില്യം ബ്രണ്ണാം ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സഭ, അല്ലെങ്കിൽ ഈ ഏഷ്യ മൈനറിലുള്ള സഭയുടെ പ്രാതിനിധ്യമുള്ള സഭ. ഈ സഭയിൽ 1ാമത്തെ സഭയുടെ ദൂതനായി അദ്ദേഹം അവതരിപ്പിക്കുന്നത് പൗലോസിനെയാണ്. എഫേസോസ് സഭയുടെ ദൂതൻ പൗലോസ്. പിന്നീട് പോളികാർപ്പ്, കൊളംബസ്, മാർട്ടിൻ ലൂതർ, അങ്ങനെ തുടങ്ങി അവസാനം ലവോദിഷ്യൻ ചർച്ചിന്റെ ഏഞ്ചലായിട്ട്, മെസ്സഞ്ചർ ആയിട്ട് അദ്ദേഹം തന്നെ അവതരിപ്പിക്കാം. അപ്പം അവിടെ അദ്ദേഹം പറയുമ്പം അദ്ദേഹം ഒരു ഹ്യൂമൻ മെസ്സഞ്ചർ ആയിട്ടാണ്, അതായത് ഒരു ദൂത് വാഹിക്കുന്ന ഒരു വ്യക്തി, എ പേഴ്സൺ ക്യാരിങ് എ മെസ്സേജ്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹം 7 സഭകളുടെ ദൂതനിൽ 7ാമത്തെ സഭയുടെ ദൂതനാണ്. കാരണം ലവോദിക്കൻ സഭയാണ് ഇന്നത്തെ സഭ. കാരണം ലവോദിക്ക സഭയ്ക്ക് ബൈബിളിൽ പറയപ്പെട്ടിരിക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഏതാണ്ട് ഇന്നത്തെ മോഡേൺ ചർച്ചസുകൾക്കുണ്ട്. കാരണം ബൈബിൾ വിട്ടിട്ട് ആഡംബരങ്ങളിലേക്ക് പോകുന്നത്. അപ്പം ഈ കാലഘട്ടങ്ങളിൽ ദൈവം അതിനെ പ്രസംഗിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഏഞ്ചലാണ് 7ാമത്തെ സഭാദൂതൻ. അതുകൊണ്ട് 7ാം സഭയുടെ ദൂതൻ താനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ സഭാകാലങ്ങളുടെ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്.
അപ്പം 7-ാം സഭയുടെ ദൂതൻ തന്നെയാണോ വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിലെ കാഹളങ്ങളുടെ ദൂതൻ എന്നാണ് ഒരു ചോദ്യം. ഈ ചോദ്യം വളരെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. ഒന്നാമതായി അദ്ദേഹം അവകാശപ്പെടുന്നത് വെളിപ്പാട് മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 5-6 ഏലിയാവാണ്. രണ്ടാമതായി വെളിപ്പാട് പുസ്തകം ലവോദിക്ക സഭയുടെ ദൂതനാണ്. മൂന്നാമതായി അതിപ്രധാനമായി അദ്ദേഹം തന്നെ കുറിച്ച് പറയുന്നത് വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ പറയുന്ന ദൂതനാണ്. ഇപ്പൊ 10-ാം അധ്യായത്തിലെ മെസ്സേജ് ഇതാണ്: ഇനി കാലം ഉണ്ടാകുകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളമൂതുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് മുന്നറിയിച്ചു കൊടുത്തതുപോലെ സകലതും നിവൃത്തിയാകും എന്നുള്ളതാണ്. അപ്പൊ എന്താണ് 7-ാമത്തെ ദൂതന്റെ ഈ മെസ്സേജിൽ നമുക്ക് ഈ 10-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യത്തിലെ കോണ്ടെക്സ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വെളിപ്പാട് ദിവസം 4-ാമത്തെ അധ്യായത്തോടുകൂടി സഭ മേഘങ്ങളിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നു. ഈ കാര്യം അദ്ദേഹവും സമ്മതിക്കുന്നുണ്ട്. വെളിപ്പാട് ദിവസം 4-ാം അധ്യായത്തിൽ സഭ എടുത്തുകൊള്ളപ്പെടുകയും 19-ാം അധ്യായത്തിൽ സഭ മഹത്വത്തോടുകൂടി കർത്താവ് തന്റെ കാന്തനുമായി ഭൂമിയിലേക്ക് മടങ്ങി വരുന്നു. ഇത് എല്ലാ പെന്റക്കോസ്റ്റൽസും ബൈബിൾ വ്യക്തവും തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന എല്ലാവരും വില്യം ബ്രണാമും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. 4-ാമത്തെ അധ്യായത്തിൽ സഭ മേഘങ്ങളിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നു. കാരണം 5-ാമത്തെ അധ്യായം മുതൽ ഉപദ്രവം ആരംഭിക്കുക, 6-ാമത്തെ അധ്യായത്തിൽ മുദ്രകൾ പൊട്ടിക്കുകയാണ്. അപ്പൊ 6-ാമത്തെ അധ്യായത്തിൽ 1-ാം മുദ്ര 2-ാം മുദ്ര തുടങ്ങി 7 മുദ്രകൾ പൊട്ടിക്കുന്നു. 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അരമണിക്കൂർ നിശബ്ദത ഉണ്ടാകുന്നു. ആ സമയത്ത് സഭ ഇവിടെ ഈ ഭൂമിയിലില്ല. പിന്നെ നമ്മൾ കാണുന്ന മുഴുവൻ സംഭവ വികാസങ്ങളുടെയും സെൻട്രിക് പോയിന്റ് എന്ന് പറയുന്നത് യെരുസലേമാണ്, അല്ലെങ്കിൽ ഇസ്രായേലാണ്. ഈ ഇസ്രായേലിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് നിർവഹിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് കാഹളങ്ങൾ ഊതുന്ന ദൂതന്മാര് സ്വർഗത്തിൽ 7 കാഹളങ്ങളുമായി ഒരുങ്ങി നിന്നു എന്നൊരു വാക്യമുണ്ട്. അത് ഏതാ വാക്യം ഞാൻ നോക്കുന്നില്ല. 8-ാം അധ്യായം വായിച്ചു. 8-ാമത്തെ അധ്യായത്തിൽ അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് കണ്ടു. അവർക്ക് 7 കാഹളങ്ങൾ ലഭിച്ചു. അങ്ങനെ ഈ 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന സമയത്ത് 7 മുദ്രകളും പൊട്ടിച്ചു കഴിഞ്ഞു. പക്ഷെ സഭയ്ക്ക് 7 മുദ്രകളുമായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം 7 മുദ്രകളിൽ പറയുന്ന ഒരു കാര്യം ആന്റി ക്രൈസ്റ്റിന്റെ റൂൾ ഈ ഭൂമിയിൽ ആരംഭിക്കുന്നതാണ് മുദ്രകളുടെ ആരംഭത്തിൽ മുതലേ കാണുന്നത്. അതും സഭയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സഭ മേഘങ്ങളിലേക്ക് പോയതിനു ശേഷമാണ് ആന്റി ക്രൈസ്റ്റിന്റെ റൂൾ ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ ഈ 7 മുദ്രകൾ അനാവരണം ചെയ്തതിനു ശേഷം 7-ാമത്തെ മുദ്രയുടെ പൊട്ടിച്ചതിന് ശേഷം അവിടെ 7 ദൂതന്മാര്, 7 കാഹളങ്ങളുടെ ദൂതന്മാര് 7 കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്ന, അല്ലെങ്കിൽ 7 ഓരോ കാഹളത്തിന്റെ ദൂതന്മാരുടെ കാഹളത്തോടുകൂടി ഓരോ ബാധ ഈ ഭൂമിയിലേക്ക് വരികയാണ്. ഈ ബാധകൾ അയക്കുന്ന ദൂതന്മാരാകട്ടെ ഭൂമിയിൽ നിന്നുള്ള ഒരു ദൂതന്മാരുമല്ല, സ്വർഗത്തിൽ നിന്നാണ് അയക്കുന്നത്. കാരണം യോഹന്നാൻ സ്വർഗത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു നേരെഴുത്തുകാരനായിട്ടാണ് പത്മോസിൽ തന്റെ ശരീരം കിടക്കുമ്പോൾ ഈ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഇനി ഇവിടേക്ക് കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് 4-ാം അധ്യായത്തിൽ യോഹന്നാനെ എടുത്തുകൊണ്ട് കാണിക്കുന്ന കാര്യങ്ങൾ. 4-ന് ശേഷം യോഹന്നാൻ പ്രസ്താവിക്കുന്ന മുഴുവൻ കാര്യങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് സംഭവിക്കുന്ന കാര്യങ്ങളുടെ മുഴുവനായിട്ടുള്ള ചിത്രമാണ്. ഇനി 7-ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ മർമ്മം തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ. അങ്ങനെയാണെങ്കിൽ വില്യം ബ്രണാം 7-ാമത്തെ ദൂതനാണെങ്കിൽ ഒന്നാമത് അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു ഏഞ്ചൽ ആയിരിക്കണം. അദ്ദേഹം 7-ാമത്തെ കാഹളം ഊതിയ അദ്ദേഹത്തിന്റെ 1964 വായിച്ചോളാം. 1964 അദ്ദേഹം ഈ കാഹളത്തിൽ എന്ന് പറയുന്ന ഈ മെസ്സേജ് അറിയിക്കുമ്പോൾ ഈ മർമ്മം ഇവിടെ നിവൃത്തിയാകണം. അപ്പൊ 7-ാമത്തെ ദൂതൻ കാഹളം ഊതുന്ന നാദത്തിന്റെ കാലത്ത് എന്ത് മർമ്മം നിവൃത്തിയാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രണാം അനുയായികൾ പറയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനവും ഏകദൈവ വിശ്വാസവും തിരിച്ചു കൊണ്ടുവരുന്നു. അതല്ല, അതെങ്ങനെയാണ് ദൈവത്തിന്റെ മർമ്മമാകുന്നത്?
അപ്പോഴും ഭൂരിഭാഗം വരുന്ന ലോകത്തിലെ ക്രൈസ്തവ മതങ്ങൾ ഇപ്പോഴും ഈ മർമ്മം വിശ്വസിക്കാതെ ഇപ്പോഴും ഈ ലോകത്ത് ശേഷിക്കുക. സഭ മാത്രമേ മാറ്റപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ പിന്നെ അതെങ്ങനെ മർമ്മമാകുന്നത്? എന്നാൽ മർമ്മം എന്താണ്? എപ്പോഴാണ് ഏഴാമത്തെ കാഹളം ഊതിയത്? ഈ ദൂതൻ എന്നാണ് കാഹളം ഊതുന്നത് എന്നറിയണമെങ്കിൽ വെളിപ്പാട് ദിവസം 11-ാം അധ്യായം അതിന് 15-ാമത്തെ വാക്യം വായിക്കണം. വെളിപ്പാട് 11-15 വരുമ്പോ കിട്ടിങ്ങാഴ്ച അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. അപ്പൊ ഏഴാമത്തെ ദൂതൻ, കാഹളങ്ങളുടെ ദൂതൻ ഇദ്ദേഹമാണെങ്കിൽ ഈ ലോകം അദ്ദേഹത്തിന്റെ പ്രസംഗം നടത്തുന്ന സമയത്ത് ഈ ലോകം ക്രിസ്തുവിന്റെ ലോകമാവണം, ആന്റി ക്രൈസ്റ്റിന്റെ റൂളിൽ നിന്നും ഈ ലോകം ക്രിസ്തുവിന്റെ രാജ്യത്വത്തിലേക്ക് കീഴിലേക്ക് വരണം. അതാണ് ദൈവത്തിന്റെ മർമ്മം. ദാറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്. ദൈവം ഈ ഭൂമിയുടെ അധികാരത്തിലേക്ക് മടങ്ങി വരിക, ദൈവം ക്രിസ്തു രാജാവായി വാഴുന്ന ഒരു അധികാരത്തിലേക്ക് വരിക. അപ്പൊ ഏഴാമത്തെ ദൂതന്റെ കാഹളം ഊതുമെന്ന് പറയുന്നത് മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക. ഏഴാമത്തെ കാഹള ദൂതൻ ഊതിയോ ഇല്ലെന്നുള്ള കാര്യം ചിന്തിക്കാതിരിക്കുക, ആ ഭാഗങ്ങളിലേക്ക് ഒരിക്കലും പോകാതിരിക്കുക. എന്നിട്ട് ഏഴാമത്തെ കാഹള ദൂതന്റെ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന മർമ്മം എന്താണെന്ന് അറിയാതിരിക്കുക. ആ മർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ അത് ട്രിനിറ്റി എക്സ്പോസ് ചെയ്യുന്നതാണെന്നും അത് ബാപ്റ്റിസം യേശുക്രിസ്തുവിന്റെ നാമത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതാണെന്നും പറയാം. ഇനി നമുക്ക് ചോദ്യങ്ങൾ ഇനി തുടർന്ന് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അറിയാം, ഈ ബാപ്റ്റിസം യേശുക്രിസ്തു നാമത്തിലുള്ള കൊണ്ടുവന്നത് ആരാണ്? ട്രിനിറ്റി അല്ല, ഏകദൈവമാണ് ശരിയെന്ന് പറഞ്ഞത് ആരാണ്? അവിടെയും വില്യം ബ്രണ്ണാമിന് ഒരു റോളും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് തുടർന്ന് ചിന്തിക്കാം. അപ്പോ ഏഴാമത്തെ ദൂതന്റെ കാഹളത്തിന്റെ ഫുൾഫിൽമെന്റ്, അതിന്റെ നിറവേറൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏഴാമത്തെ ദൂതന്റെ കാഹളത്തോടുകൂടി ലോകരാജ്യത്വം ക്രിസ്തുവിനായി തീരണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആയി തീർന്നിട്ടില്ല. അദ്ദേഹം മരിച്ചു മൺമറഞ്ഞു പോയിട്ടും അതിനുശേഷം ഇപ്പോഴും ഏതാണ്ട് 1965 മരിച്ച് ഈ 35-60 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇന്നും ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. കർത്താവ് ഈ ലോകത്തിന്റെ മേൽ അധികാരം സ്ഥാപിച്ചിട്ടില്ല. ഇതിനിടയിൽ സംഭവിക്കും എന്ന് പറഞ്ഞിരിക്കപ്പെടുന്ന വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതും ദാനിയേലിന്റെ പുസ്തകങ്ങളിൽ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതുമായ ഒരു കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതകളും നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇത്രയുമാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പാസ്റ്റർ, നമുക്ക് ലാസ്റ്റ് ചോദ്യം എടുക്കാം. ഏകദേശം സമയം 40 മിനിറ്റ്സ് ആയിരിക്കുന്നു. അപ്പൊ നമുക്ക് ലാസ്റ്റ് ചോദ്യം എന്നത്തേക്ക് എടുക്കാം. ബ്രൺഹാമിന്റെ അനുയായികൾ പറയുന്നത് ബ്രൺഹാമാണ് ജാതികൾക്കുള്ള പുതിയ അപ്പോസ്തോലൻ, അദ്ദേഹമാണ് ജാതികൾക്കുള്ള മർമ്മം വെളിപ്പെടുത്തുന്ന അപ്പോസ്തോലൻ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ കാണുന്നു പൗലോസ് തന്നെ ജാതികൾക്കുള്ള അപ്പോസ്തോലൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ പോലും നമ്മൾ കാണുന്നു പത്മോസ് എന്ന ദ്വീപിൽ എഴുതുന്നതെല്ലാം ഇന്ന് ടർക്കിയിലായിരിക്കുന്ന പല ഈ നഗരങ്ങളിലേക്കാണ് ഈ പ്രവചനങ്ങളെല്ലാം കടന്നു പോകുന്നത്. എഫെസോസിൽ നിന്ന് വെറും ഏകദേശം 2.5 മണിക്കൂർ മാത്രം ഫെറി യാത്രയുള്ള ഇന്നത്തെ ഒരു ദ്വീപാണ് ഈ പത്മോസ് എന്ന ദ്വീപ്. അപ്പം എനിക്ക് തോന്നുന്നത് യോഹന്നാനും ആ സമയത്ത് ഒരു തരം മിഷനറി യാത്രയിലായിരിക്കണം. അവിടെ ആയിരിക്കും പിടിക്കപ്പെട്ടതും പത്മോസിലേക്ക് കടത്തപ്പെട്ടതും. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങൾക്ക് വസ്തുത വല്ലതും ഉണ്ടോ? അദ്ദേഹമാണ് അപ്പോസ്തോലൻ എന്നും ജാതികൾക്കുള്ള അപ്പോസ്തോലൻ എന്നും അദ്ദേഹമാണ് മർമ്മം വെളിപ്പെടുത്തിയത് എന്നുള്ള കാര്യം ശരിയാണ്? അദ്ദേഹത്തെ തന്നെ അവതരിപ്പിക്കുന്നത് ജാതികളുടെ അപ്പോസ്തലൻ എന്നല്ല, ജാതികളുടെ പ്രവാചകൻ. അപ്പോ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംഭാഷണത്തിൽ വിൽസൺ എന്ന് പറയുന്ന പാറശാലക്കാരൻ ഒരു ബ്രണ്ണാമിന്റെ അനുയായി, അപ്പോ സഹോദര, നമുക്കൊരു ജാതികൾക്കും ഒരു അപ്പോസ്തലൻ വേണ്ടേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ജാതികൾക്കുള്ള അപ്പോസ്തലനാണ് വിശുദ്ധ പൗലോസ്. മാത്രമല്ല, പുതിയ നിയമം എഴുതി സർവ്വലോകത്തിലും ദൈവം നൽകിയതിനു ശേഷം പഴയ നിയമത്തിൽ മറഞ്ഞു കിടന്ന എല്ലാ മർമ്മങ്ങളും ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവമർമ്മം മുഴുവൻ വെളിപ്പെടുത്തപ്പെട്ട് ലഭിച്ചതിന് ശേഷം ക്രിസ്തുവിലൂടെ മനുഷ്യന് ലഭിക്കുന്ന രക്ഷയെ സംബന്ധിച്ച് ഉള്ള ഉപദേശങ്ങൾ യെരുശലേമിൽ പത്രോസിന്റെ പ്രസംഗത്തോടുകൂടി പ്രസംഗിക്ക് തുടങ്ങുകയും പിന്നീട് ശേഷം അപ്പോസ്തലന്മാരും പുറജാതികളുടെ പട്ടണങ്ങളിലേക്ക് പൗലോസ് അപ്പോസ്തലൻ താൻ സ്വയവും ജാതികളുടെ അപ്പോസ്തലൻ എന്നുള്ള പദവി ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചു പോരുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് എവിടെ നിന്നാണ്
ഈ ജാതികളുടെ ഇടയിൽ നിന്നും വേറൊരു ജാതികളുടെ അപ്പോസ്തലൻ വരുന്നത്. പ്രവാചകൻ. ഇപ്പൊ പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ചുവട് പിടിച്ചാണ് പ്രവാചകൻ എന്ന് പറയുന്നത് അദ്ദേഹം. ഇപ്പൊ പഴയ നിയമത്തിലെ പ്രവാചകനാണെങ്കിൽ ഒന്ന്, അദ്ദേഹത്തിന് മുൻകാല പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെയുള്ള പ്രവചനങ്ങൾ ദൈവം കൊടുക്കണം. എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ ഇസ്രായേലിലെ പ്രവാചകന്മാർ ഉണ്ടായിരിക്കെ തന്നെ അവിടെയുള്ള ജാതികളുടെ വിഗ്രഹങ്ങളെ സേവിക്കുന്ന ദൈവങ്ങൾക്കും പ്രവാചകന്മാരുണ്ടായിരുന്നു. ബാലിനും അശേരയ്ക്കും ഒക്കെ പ്രവാചകന്മാരുണ്ടായിരുന്നു. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പം അവരുടെ പ്രവാചകന്മാർ അവരുടെ ദൈവത്തിൽ നിന്ന് പ്രവചനം പ്രാപിച്ചുവെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് കർത്താവ് കാൽവരി ക്രൂസിൽ തന്റെ മരണത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ട പുതിയ രക്ഷയുടെ ഉപദേശത്തിന് വേണ്ടി ബൈബിളിനകത്തു നിന്നുള്ള കാര്യങ്ങളെ ആസ്പദമാക്കിയും പിന്നീട് ഭാവി കാലത്തെ കുറച്ച് കെട്ടുകഥകൾ, കുറെ സ്പെക്കുലേഷൻസ് ഉണ്ടാക്കി അദ്ദേഹം 1977 കൂടി ഈ ലോകം അവസാനിക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. 1977 കഴിഞ്ഞ് എത്രയോ വർഷങ്ങളായി ഈ ലോകം അവസാനിച്ചിട്ടില്ല. പിന്നീട് അമേരിക്കയിൽ ഒരു വനിതാ പ്രസിഡന്റ് അല്ലെങ്കിൽ പോപ്പോ അധികാരത്തിലേക്ക്, ഈ ലോകത്തിന്റെ അധികാരക്രമത്തിലേക്ക് വരുമെന്ന് അദ്ദേഹം 1970 സംഭവിക്കുന്നത് പ്രവചിച്ചു. ഇങ്ങനെ ധാരാളം പ്രവചനങ്ങൾ അദ്ദേഹം നടത്തിയതിൽ അതിൽ കാര്യമായ പ്രവചനങ്ങൾ ഒന്നും തന്നെ ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പിന്നെ എവിടെയാണ് ഒരു ജാതീയർക്ക് ഒരു പ്രവാചകന്റെ പ്രസക്തി ഉള്ളത്? അദ്ദേഹം ബൈബിളിനകത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ റോൾ കാണിച്ചു തരാൻ ശ്രമിക്കുന്നത്. മലാഖിയിൽ താനുണ്ടെന്നും, വെളിപ്പാട് ദിവസം 1 താനുണ്ടെന്നും, വെളിപ്പാട് 19 താനുണ്ടെന്നും, വെളിപ്പാട് 17 താനുണ്ടെന്നും ഒക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ ബൈബിളിനകത്ത് ഉള്ള മറ്റ് ചിലർ കൈവശം വെച്ച് അവര് ചെയ്തിരുന്നതും ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങൾ ആണ് തന്നെ അവിടെ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ജാതികളെ സംബന്ധിച്ച് ഒരു പ്രവാചകനെ ഉള്ളൂ. ജാതികളുടെ രക്ഷയ്ക്ക് വേണ്ടി ബൈബിളിനകത്തുനിന്നുള്ള അല്ലാത്ത ഒരു കാര്യവും ഇനി ആവശ്യമില്ല. വെളിപ്പാട് പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ ശുശ്രൂഷകളും അദ്ദേഹം പിന്നീട് പിൽക്കാലത്ത് ഒരു കൾട്ട് ഉപദേശം സ്ഥാപിച്ചിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഉപദേശങ്ങളുടെ പെർവ്യൂവിൽ, കോണ്ടക്സ്റ്റിൽ എവിടെയും ജാതിയുടെ സഭ വരുന്നില്ല. ജാതികളുടെ സഭയ്ക്ക് അവിടെ യാതൊന്നും ചെയ്യാനുള്ള കാരണം അവിടെ പറയുന്ന മുഴുവൻ സംഭവങ്ങളും യഹൂദൻ യേശുക്രിസ്തുവിനെ തിരസ്കരിച്ചതിന് ശേഷം, തന്റെ കാന്തയെ ചേർത്തതിന് ശേഷം യഹോവയുടെ പ്രതികാര ദിവസം യഹൂദന് നേരെ വരുന്നതായി പഴയ നിയമത്തിൽ അവരുടെ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ നിവർത്തിക്കാൻ പോകുന്നത് ദാനിയേലിനെ കാണിച്ചു കൊടുത്തതിന്റെ ഒരു പാരലായിട്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാന് സ്വർഗത്തിൽ നിന്ന് ദൈവം കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ എവിടെയും ജാതികളുടെ ഒരു പ്രവാചകനെ കുറിച്ച് ഒരു പരാമർശം പോലും ബൈബിളിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഇരിക്കെ ഞങ്ങളെ കേൾക്കുന്ന ബ്രണാമിനെ ഫോളോ ചെയ്യുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ അബദ്ധത്തിൽ നിന്ന് പിന്തിരിയണം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാര് നൽകിയ 7 ഉപദേശങ്ങളല്ലാതെ മറ്റൊന്നും ദൈവം നമുക്ക് നൽകിയിട്ടില്ല. ആ 7 ഉപദേശങ്ങൾ മുറുകെ പിടിച്ച് കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥിച്ചും അപ്പം നുറുക്കിയും നന്മ പ്രവർത്തിച്ചും മനുഷ്യരെ സ്നേഹിച്ചും കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം ജീവിച്ചും കർത്താവിന് വരവിനായി ഒരുങ്ങിയിരിക്കുക എന്നുള്ളൊരു സന്ദേശമല്ലാതെ മറ്റൊന്നും പുറജാതി സഭയ്ക്ക് ദൈവം നൽകിയിട്ടില്ല. അവിടെ ഒരു പ്രവാചകന്റെ, ഒരു അഡീഷണൽ പ്രവാചകന്റെ ആവശ്യമില്ല. മാത്രമല്ല, അദ്ദേഹം വന്നു ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് പരാമർശിച്ചാൽ, അദ്ദേഹം ആണ് ഈ സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളത് തിരിച്ചു കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ അതൊരു കളവാണ് എന്നുള്ളത് ഭൂരിഭാഗം പേർക്കും അറിയില്ല. ചരിത്രം പറയുന്നത് അസൂസ സ്ട്രീറ്റ് റിവൈവലിന്റെ കാലത്ത് തന്നെ, എൻ്റെ ഒരു ഡോക്യുമെന്റ് ഉണ്ട്, അതിപ്പോൾ എൻ്റെ കൈവശമില്ല, കാലത്ത് തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടത്തിയതായി ഔദ്യോഗിക രേഖയുള്ളത് 1914 1914 വില്യം ബ്രണ്ണാം എന്ന് പറയുന്ന മനുഷ്യൻ ജനിച്ചിട്ട് 5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. പിന്നീട് 1933 അദ്ദേഹം ബാപ്റ്റിസം യേശുക്രിസ്തു നാമത്തിൽ കൊടുക്കുന്നത്. അത് അമേരിക്കയിലെ ഒഹായോ നദിയിൽ വെച്ചാണ്. അതിന് ഒരു റെക്കോർഡ്, ചരിത്രപരമായ രേഖകൾ ഉണ്ടായിരുന്നു. ആ സ്നാനത്തിന്റെയൊക്കെ ഫോട്ടോസ് ഒക്കെ അവൈലബിൾ ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് അവൈലബിൾ ആണ്.
അപ്പൊ 1933 യേശുക്രിസ്തുവിന്റെ നാമം പ്രസംഗിച്ചു തുടങ്ങിയ ആൾക്ക് എങ്ങനെ പറയാൻ കഴിയും 1914 തന്നെ യേശുക്രിസ്തു നാമത്തിൽ സ്നാനം നടന്നിരിക്കെ യേശുക്രിസ്തു നാമത്തിൽ സ്നാനം തിരിച്ചു കൊണ്ടുവന്നത് താനാണെന്ന് പറയാൻ കഴിയും? ഏകദൈവ ഉപദേശവും 1914 അനുവദിച്ചു വന്നിരുന്നു. കാരണം യേശുക്രിസ്തു നാമത്തിലുള്ള സ്നാനം ഏകദൈവ വിശ്വാസവും തമ്മിൽ ഫാദർ, സൺ, ഹോളി ഗോസ്റ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള കാര്യം അതിനകത്ത് തന്നെ ഒരേപോലെ കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ ഇതൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് കടന്നു വന്ന വില്യം ബ്രഹാമിന് എവിടെയാണ് ബൈബിളിനകത്തൊരു പ്രസക്തി ഉള്ളത്? ബൈബിളിനെ തിരസ്കരിച്ച് ബൈബിളിലെ ഉപദേശങ്ങളോട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് ശാപഗ്രസ്തനായി പോയി ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഗോഡ്സ് 10 ജനറൽസ് എന്ന് പറയുന്ന ഒരു വിഖ്യാതമായ പുസ്തകമുണ്ട്. ദൈവത്തിന്റെ 10 ജനറൽമാർ. അതിൽ 10ാമനായി ഗ്രന്ഥകർത്താവ് അവതരിപ്പിക്കുന്ന ആളാണ് വില്യം ബ്രഹാം. തൊട്ടു പിറകിൽ ബെന്നി ഹിന്നെ ആത്മീയതയിലേക്ക് നടത്തിക്കൊണ്ടുവന്ന ഒരു ലേഡി കാതറിൻ കോൾമാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണുള്ളത്. ഈ 10 പേരുടെയും പേര് പറയുന്നതിന് കാരണം ലോകത്തിലെ ഏറ്റവും അധികം അത്ഭുതങ്ങൾ ക്രിസ്ത്യൻ മിഷണറികൾ എന്നുള്ള നിലയിൽ നിർവഹിച്ച ആളുകളുടെ പട്ടികയിൽ ഏറ്റവും വലിയ ഒരു സ്ഥാനം ദൈവം കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ നിഗളിച്ച് പിശാചിന്റെ ചെവി കൊടുത്ത് ദൈവം തന്ന താലന്തുകളെയൊക്കെയും ഒടുവിൽ അനേകരുടെ ശിക്ഷയ്ക്കും ശിക്ഷാവിധിക്കും കാരണമാക്കി അനേകരെ ഈ കൾട്ടുപദേശത്തിൽ വിശ്വസിക്കുമാറാക്കി തീർത്തു. തന്റെ തന്നെ നാശം മാത്രമല്ല, അനേകരുടെ നാശത്തിന് അദ്ദേഹം വഴി തുറന്നിട്ടു, ഇന്നും തുറന്നിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞങ്ങളെ കേൾക്കുന്ന ബ്രഹാം അനുയായികളോട് പറയാനുള്ളത്, നിങ്ങൾ ആ പുസ്തകങ്ങളൊക്കെ താഴെ വെച്ചിട്ട് ബൈബിൾ അദ്ദേഹം പറയുന്ന ഭാഗങ്ങൾ തന്നെ എടുത്ത് അതിന്റെ അപ്പുറം ഇപ്പുറവും കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അങ്ങനെയുള്ള ദിവസം വന്നോ? ആ സമയങ്ങളൊക്കെയാണോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് എപ്പോഴാണ് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇപ്പോൾ കാണണ്ടേ? അദ്ദേഹം അമരനാണോ? മരിക്കാത്ത ആളാണോ? ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചോദ്യങ്ങൾ ബാക്കിയാണ്. സമയം അനുവദിക്കുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം അടുത്തൊരു മീറ്റിംഗിൽ തുടർന്ന് നമുക്ക് ഇതുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടു പല ഭാഗങ്ങളും അദ്ദേഹം പ്രസംഗിച്ച ഭാഗങ്ങൾ നമ്മൾ ബൈബിൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയുവാൻ സാധിക്കും. പ്രവാചകന്മാരിൽ കൂടെയും അപ്പോസ്തലന്മാരിൽ കൂടെയും കർത്താവിട്ട അടിസ്ഥാനം, അതിൽ നിന്നും നമ്മൾ മാറി സഞ്ചരിച്ചാൽ ഇതുപോലെ പല തരത്തിലെ ചതിയിൽ നമ്മൾക്ക് വീഴുവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കാണുന്നു, ഏത് സഭയിൽ നമ്മൾ നിൽക്കുമ്പോഴും മിക്കവാറും ഉള്ളവർ അതിനെ ഒരു ട്രഡീഷൻ ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി ട്രഡീഷൻ ആയിട്ട് കാണും. ഇപ്പോൾ ഞാൻ CSI സഭയിൽ നിന്ന് വന്നതാണ്. സഹോദരൻ പാസ്റ്റർ ജോസ് പറഞ്ഞതുപോലെ അദ്ദേഹം ആദ്യം കത്തോലിക്ക സഭയിലായിരുന്നു, പിന്നെ അദ്ദേഹം കുറച്ചുനാൾ ബ്രഹാമിലുണ്ടായിരുന്നു. പക്ഷെ അവിടെ വിട്ടു വന്നപ്പോൾ ഇത് ആൾക്കാർ ഒരു പരിഹാസം പോലെ ചിലപ്പം കാണും. പക്ഷേ വചനം പറയുന്നു, ദൈവം നമ്മളെ പൊന്നിനെ പോലെയും വെള്ളിയെ പോലെയും ശുദ്ധീകരിക്കുമെന്ന് പറയും. അപ്പോൾ പൊന്നിനെയും വെള്ളിയെയും ശുദ്ധീകരിക്കുന്നത് ഒരിക്കലും ഒരൊറ്റ പ്രോസസ്സ് കൊണ്ടല്ലായിരിക്കാം. ചിലപ്പോൾ പല തരത്തിലെ മെസ്സേജുകൾ നമ്മൾ കേൾക്കുകയും ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിച്ച് ശരിയായ സത്യത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നിടം വരെ നമ്മൾ സത്യത്തിന്റെ അന്വേഷികളായിട്ട് നിലനിൽക്കാനാണ് ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത്. വേറെ മറ്റൊരാൾ പറയുന്ന സത്യമല്ല, കർത്താവിന്റെ അടിസ്ഥാനപരമായ സത്യങ്ങളെ നമ്മൾ കണ്ടും അതിനെ കേട്ടും അതിനെ മനസ്സിലാക്കിയും ആ സത്യത്തിലേക്ക് സഞ്ചരിക്കുക എന്നുള്ള വിളിയാണ് നമുക്കുള്ളത്. അപ്പോസ്തലന്മാര് പലരും എൻ്റെ നാമത്തിൽ വരികയും കൂട്ടത്തെ തെറ്റിക്കുകയും ചെയ്യുമെന്നും ശപിക്കപ്പെട്ടവർ പലരും കടന്നു വരികയും ചെയ്യുമെന്നും നമുക്ക് മുൻപേ താക്കീത് തന്നിരുന്നു. അതുപോലെ പലരും വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ശ്രദ്ധിക്കേണ്ടത് ഇതാകുന്നു, ഞങ്ങൾക്കുള്ള ഒരേ മെസ്സേജ് അപ്പോസ്തോലിക ആ സുവിശേഷം, പെന്തക്കോസ് നാൾ മുതൽ കർത്താവ് അടിസ്ഥാനമിട്ട ആ സുവിശേഷവും ആ സഭയുടെ അടിസ്ഥാനത്തിലേക്ക് കടന്നു പോയി പിന്നെയും മാനസാന്തരപ്പെട്ട് പുതിയ തുടക്കം ഇടുക എന്നുള്ള വിളിയാണ് ഞങ്ങൾ പിന്നെയും ഈ ചാനൽ കൂടെ നൽകുന്നത്. ഇനിയും നമുക്ക് തുടർന്ന് ഈ വിഷയത്തെ പറ്റി സംസാരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.